നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒടുവിൽ ആ റൂമർ ഷുവർ ഫയർ കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. സംഗതി നടക്കും. യെസ്, യാൻ ഡയമണ്ടേ ടു റയൽ മാഡ്രിഡ്. ഫബ്രീസിയോ റൊമാനോ ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർവിഗോയൊക്കെ വിളിച്ചു കഴിഞ്ഞു. സ്പാനിഷ് മാധ്യമങ്ങൾ ഇത് ഉറപ്പിച്ചു പറയുന്നു. PSG പിന്മാറിയിരിക്കുന്നു. താരത്തിനായിട്ട് അവസാനം വരെ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവർ. പക്ഷെ പിന്നെ ഒരു ഇൻഫ്ലേഷണറി ഗെയിം കളിക്കാൻ അവരില്ല. വില കൂട്ടി അങ്ങനെയുള്ള ഒരു ഫൈനാൻഷ്യൽ ഗെയിമിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ PSG പിന്മാറിയിരിക്കുന്നു. ഒടുവിൽ ഡയമണ്ടേ റയൽ മാഡ്രിഡിലേക്ക്. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. യാൻ ഡയമണ്ടേ ടു റയൽ മാഡ്രിഡ് എഗ്രിമെൻ്റ് ഇപ്പം തീരുമാനമായിരിക്കുന്നു. RB ലീപ്സിഗിന് ട്രാൻസ്ഫർ ഫീ ആയിട്ട് ലഭിക്കാൻ പോകുന്നത് 100 മില്യൺ യൂറോയിലധികമാണ്. ഐവേറിയൻ വിങ്ങർ ഇനി റയൽ മാഡ്രിഡിലേക്ക്. ഡയമണ്ട് വിൽ ഫ്ലൈ ടു മാഡ്രിഡ് ദിസ് വീക്ക് ഫോർ മെഡിക്കൽ ടെസ്റ്റ്. 2031 വരെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എന്നുകൂടി ഫബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ കാര്യങ്ങൾ തീരുമാനമായിരിക്കുന്നു. ഈ ആഴ്ച ഡയമണ്ട് റയൽ മാഡ്രിഡിലേക്ക് എത്തും. അതിനുവേണ്ടി അദ്ദേഹം മാഡ്രിഡിലേക്ക് ചെന്ന് മെഡിക്കലും മറ്റുമൊക്കെ എടുക്കുകയും ചെയ്യും. എന്നാലും യുവതാരം വെറും 19 വയസ്സുകാരനായിട്ടുള്ള കളിക്കാരനാണ്. വിങ്ങറാണ്. RB ലീപ്സിഗിന് വേണ്ടിയിട്ട് മികച്ച പ്രകടനമാണ് പോയ സീസണിലൊക്കെ നടത്തിയത്. വേൾഡ് കപ്പിലും അദ്ദേഹം മികവ് കാണിച്ചു. ഐവറി കോസ്റ്റ് under-17, under-23 ടീമിനൊക്കെ കളിച്ചയാൾ സീനിയർ ടീമിനായിട്ട് 14 അന്താരാഷ്ട്ര മത്സരങ്ങളും കളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിയ ടാലൻ്റായിട്ട് കണക്കാക്കുന്നയാളാണ്. റയൽ മാഡ്രിഡ് ഭാവിയിലേക്ക് ഒരു താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.